മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അവിടെ ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, സമസ്തയുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. എന്താണ് മലപ്പുറത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രചാരണത്തിന്റെ ഒരു ചൂടും ചൂരും ആവേശവും ഒക്കെ? വലിയ രീതിയിലുള്ള ആവേശമാണ് വേണു മലപ്പുറത്തുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ET മുഹമ്മദ് ബഷീറിന്റെ റോഡ് ഷോയിലായിരുന്നു. കാരണം രാവിലെ 8 മണിക്ക് ആരംഭിച്ച റോഡ് ഷോ അത് ഇപ്പോൾ ഏറ്റവും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പൊതുപരിപാടി നടക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വഴിയിലുടനീളം വലിയ രീതിയിൽ ജനപങ്കാളിത്തവും ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇനി കൊട്ടിക്കലാശത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സ്ഥാനാർത്ഥികൾ കളം നിറയുന്നത്. പൊന്നാനിയിലേക്ക്, അതായത് മലപ്പുറം മണ്ഡലത്തിന്റെ സ്ഥിതി മാത്രമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അല്പം മുമ്പ് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇങ്ങനെ തലക്ക് മുകളിൽ നിൽക്കുമ്പോഴും അതൊന്നും കാര്യമാക്കാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. കാരണം മുൻ വർഷങ്ങളെക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ അബ്ദുൽ സമദ് സമദാനി 1,15,000 വോട്ടിനാണ് ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 2 ലക്ഷത്തിലേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ്. പണ്ട് PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച ഘട്ടത്തിൽ 2 ലക്ഷത്തിലേക്കൊക്കെ ഇത്തരത്തിൽ ഭൂരിപക്ഷം കടന്നിരുന്നു. സമാനമായ രീതിയിൽ ET മുഹമ്മദ് തവണ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഭൂരിപക്ഷം ഉയർത്താനുള്ളൊരു ശ്രമം പരമാവധി ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ കഴിഞ്ഞ കുറെ അധികം നാളുകളായി ലീഗ് പ്രവർത്തകർ വലിയ രീതിയിൽ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട്, വലിയ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതായത് മറ്റ് ജില്ലയിൽ നിന്നുള്ള നേതാക്കളൊക്കെ, പ്രത്യേകിച്ച് VD സതീശൻ, അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ ജില്ലയിൽ വന്ന ഇത്തരത്തിൽ ലീഗ് നേതാക്കൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ET മുഹമ്മദ് ബഷീറിന്റെ റോഡ് ഷോ സമാപിച്ചതിന് ശേഷമുള്ള പൊതുപരിപാടിയാണ്. ഇനിയും കൂടുതൽ റോഡ് ഷോകളുണ്ട്. കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അല്പസമയം മുമ്പ് നമ്മൾ ഈ ലീഗ് നേതാക്കളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ, അതായത് സമസ്ത വിഷയം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളും സമസ്തയുമായി ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നേതാക്കളൊക്കെ തന്നെ ഒരു സ്വരത്തിൽ പറയുന്നത്. അത്തരം വിഷയങ്ങളോട് നിലവിലെ സാഹചര്യത്തിൽ പ്രതികരിക്കാനും നേതാക്കളൊന്നും തന്നെ തയ്യാറല്ല. നിലവിലെ സാഹചര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് മാത്രമാണ് കോൺസെൻട്രേഷൻ. കാരണം ഇനി മണിക്കൂറുകൾ മാത്രമേ നേതാക്കളുടെ മുന്നിലുള്ളൂ. അതുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ET മുഹമ്മദ് ബഷീറും അതോടൊപ്പമുള്ള അണികളും പ്രവർത്തിക്കുന്നത്. വേണം. ശരി, ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ ETയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.